വെൽക്കം ടു ഏജ് ബോർഡ് അഗൈൻ. ദിസ് ഇസ് മീ മാസൻ. നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ. എന്താണ് രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഏത് ചാപ്റ്ററിൽ നിന്നാ? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഈ ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി വരുന്ന ഓണപരീക്ഷയ്ക്കും നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം. സോ നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് കയറുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? യെസ്, ഇതാണ് ആദ്യത്തെ ചോദ്യം. നോക്കൂ, പാൻജിയ ആൻഡ് പന്തലാസ കേട്ടിട്ടുണ്ടല്ലോ, ടേം കേട്ടിട്ടുണ്ടല്ലോ. യെസ്, ആർ ദ ടു ടേംസ് അസോസിയേറ്റഡ് വിത്ത് ദ continental drift theory. Identify the person who put forward this theory and write brief note on the theory. എന്താണ് ഈ തിയറി ആരാണ് കൊണ്ടുവന്നത് എന്ന് എഴുതുക. ആ കൊണ്ടുവന്ന ആളുടെ പേര് എഴുതുക, പ്ലസ് ആ കൊണ്ടുവന്ന ആള് എന്തൊക്കെയാണ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നും എഴുതുക എന്നാണ് ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് ആളുടെ പേര് പറയാം. ആളുടെ പേരെന്താ? ആൽഫ്രഡ് വെഗ്നർ. തിയറിയുടെ പേരെന്താ? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അഥവാ വൻകരകളുടെ വിസ്ഥാപന സിദ്ധാന്തം. ഇതാണല്ലോ തിയറി, പഠിച്ചു വെച്ചോണേ. വൻകര വിസ്ഥാപന സിദ്ധാന്തം കൊണ്ടുവന്ന ആൽഫ്രഡ് വെഗ്നർ. ഇദ്ദേഹം എന്താണ്? ഒരു ജർമ്മൻ മെട്രോളജിസ്റ്റ് ആണ്, ഒരു കാലാവസ്ഥാ നിരീക്ഷകനാണ് അല്ലേ. അദ്ദേഹം 1912 ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു തിയറി അവതരിപ്പിക്കുകയുണ്ടായി. യെസ്, ഈ ഒരു തിയറി അവതരിപ്പിച്ചു ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? വൻകരകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അകന്ന് നീങ്ങുന്നുണ്ട്. മുമ്പ് കാലത്ത്, അതായത് ആദ്യ കാലഘട്ടത്തിൽ ലോകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒറ്റ വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിട്ട് കണ്ടു. ആ സൂപ്പർ കോണ്ടിനെന്റ് അദ്ദേഹം ഒരു പേര് കൊടുത്തു. ദാറ്റ് ഈസ് കോൾഡ് പാൻജിയ. എന്താണ് കൊടുത്തത്? പാൻജിയ എന്നൊരു പേരും അതിന് കൊടുത്തു. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ വൻകരകൾ. ഇപ്പം നമുക്ക് ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നൊക്കെ അവരുടെ കിടക്കുന്നില്ലേ? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒറ്റ കരഭാഗമായിരുന്നു. ആ കരഭാഗത്തിന് വിളിക്കുന്ന പേരായിരുന്നു പാൻജിയ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ ചുറ്റിയിട്ട് ഒറ്റ സമുദ്രവുമുണ്ട്. ഇപ്പോൾ ഉള്ളതുപോലെ പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അറബിയൻ ഓഷ്യൻ അതൊന്നുമല്ല, ഒറ്റ സമുദ്രം. ആ ഒറ്റ സമുദ്രത്തെ അദ്ദേഹം വിളിച്ച പേരായിരുന്നു പന്തലാസ എന്നത് പറയുന്നത്. കണ്ടോ, സറൗണ്ടഡ് ബൈ എ മെഗാ ഓഷ്യൻ, അതായത് ആ കരയെ ചുറ്റിക്കടക്കുന്ന ആ മെഗാ ഓഷ്യൻ അദ്ദേഹം വിളിച്ച പേരായിരുന്നു പന്തലാസ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വാട്ടർ എന്നാണ്, വെള്ളം എന്നാണ് പന്തലാസ എന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഇതിനെ വിളിച്ച പേര്, ഈ ഒരു സമുദ്രത്തെ വിളിച്ച പേര് പന്തലാസ എന്നായിരുന്നു. അപ്പോൾ ലോകത്ത് ഭൂമിയിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒറ്റ സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ്, അതിന് അദ്ദേഹം വിളിച്ച പേരാണ് പാൻജിയ. അതിനെ ചുറ്റിക്കടന്ന ആ വലിയ സമുദ്രത്തെ വിളിച്ച പേരായിരുന്നു പന്തലാസ എന്ന് പറയുന്നത്. ഇത് പിന്നെ വിഭജിച്ച് വേർതിരിഞ്ഞ് ലോറേഷ്യനും ഗോണ്ടനാലാൻഡുമായിട്ട് മാറി. അത് വിഭജിച്ച് വേർതിരിഞ്ഞാണ് ഇപ്പൊ കാണുന്ന ഭൂഖണ്ഡങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ഇത് പറയുന്നത് വെറുതെ പറയുന്നതല്ല, കുറച്ച് തെളിവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. നോക്കാം എന്താണ്. ഒരു ചോദ്യം നോക്കിയേ. അക്കോർഡിംഗ് ടു വെഗ്നർ, present day continents and oceans are evolved from a single supercontinent and an ocean body. ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. നെയിം ദ supercontinent and water body, give 4 evidences. ഇതാണ് ചോദ്യം. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ വേറെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. 4 evidences കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ടു സപ്പോർട്ട് വെഗ്നേഴ്സ് തിയറി ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ഈ തിയറി കോണ്ടിനെന്റ് ഇങ്ങനെ വേർപിരിഞ്ഞ് പോയതാണ് എന്നതിൻ്റെ ആ ഒരു തിയറിയെ സത്യമെന്ന് പറയാവുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ 4 തെളിവുകൾ എന്ന് നമുക്ക് നോക്കാം. 4 എണ്ണം അല്ല, നമ്മൾ കുറച്ച് തെളിവുകൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആരാണ് കണ്ടെത്തി? സിദ്ധാന്തത്തിന്റെ നിഗമനം ബലപ്പെടുന്ന 2 തെളിവുകൾ എഴുതുക. അവിടെ 2 തെളിവേ ചോദിച്ചിട്ടുള്ളൂ. നേരത്തെ ക്വസ്റ്റ്യനിൽ 4 തെളിവ് ചോദിച്ചു. ഓക്കെ, എനിവേ തെളിവുകൾ നമുക്ക് നോക്കാം. ഒന്ന്, മാച്ചിങ് ഓഫ് കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റ്സിന്റെ പരസ്പര ചേർച്ച.
അല്ലേ, അതിൻ്റെ അതിർത്തികൾ പരസ്പരം ചേർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, പരസ്പരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് മാച്ചിങ് എന്ന് പറയുന്നത്. ആ മാച്ചിങ് നമുക്ക് പലയിടത്തും സിമിലർ ആയിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. നമ്മുടെ വേൾഡ് മാപ്പ് നോക്കിയാൽ തന്നെ മതി, പല മാച്ചിങ്ങും നമുക്ക് സിമിലാരിറ്റി നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. സോ ആ ഒരു മാച്ചിങ് ആണ് ഇദ്ദേഹം കാണുന്ന ഒന്നാമത്തെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. ജിക്സോ പസിലൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ എന്താണ് ആ മാച്ചിങ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ തെളിവ്. മറ്റൊരു തെളിവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, ഫോസിൽസ് ആണ് മറ്റൊന്ന്. അദ്ദേഹം പറയുന്നത് ഫോസിൽസ് ആണ് മറ്റൊന്ന്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഫോസിൽസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഗോണ്ടനലാൻഡിൽ നിന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഗ്ലാസോപിറ്ററിസ് എന്ന സസ്യത്തിൻ്റെ ഫോസിലുകൾ കാണാൻ സാധിക്കും. ഗോണ്ടനലാൻഡിൽ നിന്നുണ്ടായിട്ടുള്ള പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സസ്യത്തിൻ്റെ ഫോസിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് ഒന്നിച്ചല്ലായിരുന്നെങ്കിൽ ഇത് എല്ലായിടത്തും കാണാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ ഫോസിൽ കൂടാതെ പല മൃഗങ്ങളുടെ ഫോസിലുകളും മെസോസുറസ് എന്ന് പറയുന്ന മൃഗങ്ങളുടെയും അതേപോലെ നമുക്ക് എന്താണ് ലിസ്റ്ററോസുറസ് എന്ന് പറയുന്ന മൃഗങ്ങളുടെയൊക്കെ എന്താണ് ഫോസിലുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വൻകര ഭൂഖണ്ഡങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു തെളിവായിട്ട് അതും പറയാം. ദെൻ റോക്സ് ഓഫ് ദ സെയിം ഏജ്, ഒരേ കാലഘട്ടത്തിലെ റോക്കുകൾ ഒരു ഉദാഹരണമാണ്. ഒരേ കാലഘട്ടത്തിലെ റോക്കുകൾ ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. നമുക്ക് പലയിടങ്ങളിലെയും റോക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത് ഒരേ കാലഘട്ടത്തിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ബട്ട് അവ തമ്മിൽ ഇപ്പോൾ നിലവിൽ ഒരു യോജിപ്പും ഇല്ല. അതിനടുക്ക് കടലൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് ഈ റോക്ക് വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, നമുക്കിത് ഒരു കാലത്ത് ഇത് ഒന്നിച്ചായിരുന്നു എന്ന് പറയാം. യെസ്, ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്സ് ഫ്രോം ദ ബ്രസീൽ കോസ്റ്റിൽ നിന്നുള്ള റോക്സ് ഒരു എക്സാമ്പിളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? മാച്ച് വിത്ത് ദോസ് ഫ്രം വെസ്റ്റേൺ ആഫ്രിക്ക. ബ്രസീൽ കോസ്റ്റിൽ കാണപ്പെടുന്ന റോക്സിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? വെസ്റ്റേൺ ആഫ്രിക്കയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് ഭൂഖണ്ഡ അല്ലേ, ഒന്ന് തെക്കേ അമേരിക്കയാണ്, മറ്റത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു നമുക്ക് ആലോചിക്കാം. എന്താ, അത് രണ്ടും യോജിച്ച് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയല്ലോ. പിന്നെ ഒരു എവിഡൻസ് ഉള്ള എന്താണ്? ഗോൾഡ് ഡെപ്പോസിറ്റ്. കണ്ടോ നിങ്ങൾ, ഗോൾഡ് ഡെപ്പോസിറ്റ് ആണ് മറ്റൊരു എവിഡൻസ്. ഗോൾഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ബട്ട് ആ സ്വർണത്തിൻ്റെ ഉറവിടം അവിടെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. പലയിടത്തും നമുക്ക് സ്വർണം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇത് എവിടെ നിന്ന് സ്വർണം വന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു അഡ്രസ്സും കാണാൻ സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് ആ സ്വർണം ഉത്ഭവിക്കുന്ന എവിടെയെങ്കിലുള്ള ഒരു ഭാഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കണമായിരുന്നു. ബട്ട് അതില്ല. പക്ഷെ സ്വർണം കുറച്ചുകൂടെ കിടക്കുന്ന നമുക്ക് കാണുന്നുണ്ട്. ബട്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനത്തെ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ റിവർ അലൂവിയം ഓഫ് ഗാന കോസ്റ്റ് ആൻഡ് സോഴ്സ് റോക്സ് ആർ ടോട്ടലി ആബ്സെന്റ് ഇൻ ദ റീജിയൻ. ബട്ട് ഗോയിങ് ഡൗൺ ദ ഓഷ്യൻ ടു ഡിസ്റ്റൻസ് ഓഫ് 5,000 കിലോമീറ്റർ വി ഹാവ് ഗോൾഡ് ബിയറിംഗ് വെയിൻ ഇൻ ബെലം സു ഇൻ ബ്രസീൽ ഗാന കോസ്റ്റിൽ കാണുന്ന സ്വർണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് 5000 കിലോമീറ്ററോളം അപ്പുറത്തുള്ള ബ്രസീൽ, ആ ഗാനയുമായിട്ട് അതിർത്തി മുമ്പുണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രദേശമാണ് ബ്രസീൽ. സോ ആ ബ്രസീലിൽ നമുക്ക് ഇതിൻ്റെ അതേ രൂപത്തിലുള്ള സ്വർണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിരൽ ചൂണ്ടുന്ന എന്താ, മുമ്പ് കാലത്ത് ഈ രണ്ട് പ്രദേശങ്ങൾ ഒന്നായിരിക്കണം എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഗോൾഡ് ഡെപ്പോസിറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ദെൻ ഫോസിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോസിലുകൾ എന്താണ്? ജീവികളുടെ ഫോസിലുകൾ. ഒരു വൻകരയുള്ള ജീവി ഒരിക്കലും മറ്റേ വൻകരയിൽ എത്തൂല. കാരണം എന്താ, അതിന് നീന്തി മുറിച്ചടച്ചാൽ കടൽ മുറിച്ചടന്നൊന്നും പോകില്ല. പിന്നെ എങ്ങനെ ഇത് അപ്പുറത്തെ വൻകരയിൽ ചെന്നിട്ട് അതിൻ്റെ ഫോസിൽ കാണപ്പെട്ടു? അപ്പോൾ അതിന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് എന്താ, മുമ്പ് ഇത് ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കളിച്ച് നടന്ന മാനും അവിടുത്തെ ജീവികളും ജന്തുക്കളും ഒക്കെ ആയിരുന്നു. മാനല്ല കേട്ടോ, മാനകപ്പളും ഉണ്ട്. പണ്ട് മരിച്ച ചത്തുപോയ ജീവജാലങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവ ഓടിക്കളിച്ച സമയത്ത് പിന്നെ എന്താണ്, കുറേ കാലം കൊണ്ട് അത് വേർപെട്ടൊക്കെ പോയി. പിന്നെ അതിൻ്റെ ചത്ത അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ അത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അതൊരിക്കലും കടൽ മുറിച്ച് കിടന്നതല്ല, അതെന്താണ്, മുമ്പ് കാലത്ത് ചേർന്നിരുന്നതായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെഗ്നറുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തവും അതിൻ്റെ
തെളിവുകളും. ഈ പ്രാവശ്യവും ഇത് ചോദിച്ചേക്കാം. നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് ലൈവിനകത്തേക്ക് വരാൻ മറക്കരുത്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഡിസ്കഷനും ആയിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ലൈവിലേക്ക് ഇടിച്ചു കയറി വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൊണ്ടുവരിക. എല്ലാവരെയും കൊണ്ടിട്ട് ലൈവിലേക്ക് വരിക. നമ്മൾ ജോഗ്രഫി ക്ലാസ് നമുക്ക് അടിപൊളിയാക്കണം. ജോഗ്രഫി എക്സാം നമുക്ക് തകർക്കാനുള്ളതാണ്. സോ ഫ്രണ്ട്സിനെ കൂട്ടാൻ മറക്കരുത് ലൈവിന് വരുമ്പോൾ. ഓക്കെ, ഇപ്പോഴത്തേക്ക് സലാം, സൈനിങ് ഓഫ്. ദിസ് ഇസ് മീ മാസിൻ. ടാറ്റ, ബൈ ബൈ.